ഹൈ വ്യൂവേഴ്സ്, അങ്കിതും അബിയും കൂടെ പാനിപ്പൂരി കഴിച്ചുകൊണ്ടിരിക്കുക. അത് നമുക്ക് എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. അപ്പോൾ അതിനുവേണ്ടി നമുക്ക് ആദ്യം അതിനകത്തുള്ള വെള്ളം തയ്യാറാക്കാനായിട്ട് മല്ലിയിലയും പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ നന്നായിട്ട് ഉപ്പും ചേർത്ത് നന്നായിട്ട് അരച്ചെടുത്തിട്ട് നമുക്ക് എത്ര വെള്ളം വേണോ അത്രയും വെള്ളം ചേർത്ത് മിക്സ് ചെയ്ത് വെക്കാം. തണുത്ത വെള്ളം ഒഴിച്ചാൽ അത്രയും നല്ലത്, അല്ലെങ്കിൽ ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചാലും മതി. പിന്നെ നമുക്കതിനകത്ത് ടേസ്റ്റിന് കുറച്ച് ചാട്ട് മസാലയും കൂടെ ആഡ് ചെയ്യണം. അത് കഴിഞ്ഞിട്ട് പുളിവെള്ളം തയ്യാറാക്കണം, ഇമിലിപ്പാനി. അതിന് വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് പുളി എടുത്ത് വെള്ളത്തിൽ ഇടണം. അതിനകത്ത് കുറച്ച് ശർക്കര കലക്കണം. ശർക്കര കലക്കി കുറച്ച് ഉപ്പും മുളക് പൊടിയും കൂടെ ഇട്ട് ഇളക്കി കലക്കി വെക്കണം. അപ്പം മുളക് പൊടി ഇടുന്ന വീഡിയോ അത് കിട്ടിയില്ല, അപ്പോൾ അതും കൂടി ഇട്ട് കലക്കി വെക്കണം. അതും നമുക്ക് ഫ്രിഡ്ജിനകത്ത് വെക്കാം തണുക്കാനായിട്ട്. പിന്നെ ചെറിയൊരു നാരങ്ങ ഉണ്ടായിരുന്നു, അതും കൂടെ ചെറിയൊരു പീസാക്കി നമ്മുടെ ആ വെള്ളത്തിനകത്ത് മല്ലിയില വെള്ളത്തിനകത്ത് ഇട്ടിട്ടുണ്ട്. മല്ലിയിലയുടെ കൂടെ പുതിനയില അരയ്ക്കുന്നത് നല്ലതാണ്, പക്ഷേ എൻ്റെ അടുത്തില്ലായിരുന്നു. അപ്പോൾ പാനി രണ്ടും തയ്യാറായിട്ടുണ്ട്. ഇനി നമുക്ക് പൂരിക്ക് വേണ്ടുന്ന ഫില്ലിങ്സിനകത്തുള്ള കിഴങ്ങ് പുഴുങ്ങിയെടുക്കണം. കിഴങ്ങ് പുഴുങ്ങിയെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് പൂരി ഫ്രൈ ചെയ്തെടുക്കാം. പൂരി ഫ്രൈ ചെയ്യാൻ പാക്കറ്റ് പൂരിയാണ് വാങ്ങിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് അതിനകത്ത് പൊട്ടിച്ചപ്പോൾ അതിനകത്ത് മസാല ഉണ്ടായിരുന്നു. അതിനകത്ത് പുതിന വാട്ടർ ഉണ്ടാക്കാനുള്ള പൗഡർ ഉണ്ടായിരുന്നു. അപ്പം അത് നമ്മൾ കുറച്ച് പൂരി എടുത്ത് തയ്യാറാക്കിയുള്ളൂ. അപ്പോൾ ബാക്കി ഉണ്ടാക്കുമ്പോൾ അതെടുക്കാമെന്ന് വിചാരിച്ച് കുറച്ച് എണ്ണയ്ക്കകത്തോട്ട് ഇട്ടപ്പോഴത്തേനും അത് നന്നായിട്ട് വീർത്ത് വന്ന്, അപ്പോൾ നമ്മുടെ അതിനകത്ത് നിറയ്ക്കാനുള്ള ഫില്ലിങ്സിനായിട്ട് കിഴങ്ങും സവാള എരിഞ്ഞതും പച്ചമുളകും ഉപ്പും ചാട്ട് മസാലയും എല്ലാം കൂടെ ഇളക്കി വെച്ചിട്ടുണ്ട്. അപ്പം നമ്മുടെ ഫില്ലിങ്സും റെഡിയായി. അപ്പം പൂരിയും പിന്നെ ആലുവിൻ്റെ ഫില്ലിങ്സും പിന്നെ നമ്മുടെ ഇമിലി വാട്ടറും മല്ലിയില വെള്ളവും എല്ലാം നമുക്ക് റെഡി ആയിട്ടുണ്ട്. ഇനി കഴിക്കാനുള്ള ആൾക്കാരും അവിടെ എത്തിയാൽ മതി. അപ്പം അതിൽ ടേസ്റ്റ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യണമല്ലോ, അതുകൊണ്ട് ഞാൻ തന്നെ ആദ്യത്തെ പീസ് എടുത്ത് കഴിച്ച് നോക്കി. ആ ഉപ്പും എരിയും മുളകും പുളി എല്ലാം കൂടെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അടിപൊളിയായിരുന്നു. സിമ്പിളായിട്ട് നമുക്ക് വീട്ടിലിങ്ങനെ പാനിപ്പൂരി തയ്യാറാക്കാം. അപ്പം മല്ലിയിലയും പച്ചമുളകും മാത്രം ഉണ്ടെങ്കിൽ നമുക്ക് പാനി തയ്യാറാക്കി പൂരി കിഴങ്ങും ഉണ്ടാക്കി പെട്ടെന്ന് നമുക്ക് വീട്ടിൽ കഴിക്കാൻ പറ്റും. അപ്പം പൂരി കഴിച്ച് ഉറങ്ങിപ്പോയതല്ല, അവൻ ടേസ്റ്റ് ആസ്വദിച്ചിരുന്ന് കഴിക്കുകയാണ്. ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ്.